Good afternoon, everyone. We have already studied the general characters of the family Papilionaceae and the character of the type Clitoria ternacea. Now, let us see how to construct the floral diagram of Clitoria ternacea. And before constructing the floral diagram, we have to determine the position of odd sepal and odd petal. And for that, we have to hold the flower in such a way that the bract faces us. The bract is facing towards us. And in that position, we can see these are the bracts and these are the bracteoles. And while holding the flower in such a position, we can see that the two bracteoles are in two lateral position. And the odd sepal, this is the odd sepal. This odd sepal is facing towards us. അപ്പോൾ ഓഡ് സെപ്പലിൻ്റെ പൊസിഷൻ ഏറ്റവും താഴെയാണ്. ഫ്ലോറൽ ഡയഗ്രത്തിൻ്റെ ഏറ്റവും താഴെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻറ്റീരിയർ സൈഡിൽ ഒരു ഫ്ലോറൽ ഡയഗ്രത്തിൻ്റെ ലോവർ മോസ്റ്റ് റീജിയനെ ആൻറ്റീരിയർ റീജിയൻ എന്നും അപ്പർ മോസ്റ്റ് റീജിയനെ പോസ്റ്റീരിയർ റീജിയൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓഡ് സെപ്പൽ 5 സെപ്പൽ ഉള്ളതിൽ ഓഡ് സെപ്പൽ ആൻറ്റീരിയർ റീജിയനിലാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പം നമുക്ക് അങ്ങനെ ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കൂ, ദിസ് ഈസ് ദി ആൻറ്റീരിയർ ഓഡ് സെപ്പൽ and the other 4 sepals are placed equally without any overlapping. Odd sepal ഏറ്റവും താഴെ, and there is a connection between each petal. Petals are gamosepalous, so we have to show a connection between each sepals. And now considering the position of odd sepal, if we take a cross section of the flower, we can see that the odd petal is almost overlapping all the other petals. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സ്റ്റാൻഡേർഡ് പെറ്റൽ, ലാർജസ്റ്റ് പെറ്റലാണ് സ്റ്റാൻഡേർഡ് പെറ്റൽ. ആ പെറ്റൽ 2 സൈഡിലുള്ള വിങ് പെറ്റലിനെ പാർഷ്യലായിട്ടും ലോവർ മോസ്റ്റ് ആയിട്ടുള്ള കീൽ പെറ്റലിനെ കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് വരയ്ക്കാം സ്റ്റാൻഡേർഡ് പെറ്റൽ. കണ്ടില്ലേ? ഇനി ബ്രാക്റ്റ്, ഏറ്റവും താഴെ ബ്രാക്റ്റ്, 2 സൈഡിലായിട്ട് ബ്രാക്റ്റിയോൾസ്. ബ്രാക്റ്റും ബ്രാക്റ്റിയോളും വരയ്ക്കാൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാ ഫ്ലവറിനും ബ്രാക്റ്റും ബ്രാക്റ്റിയോൾസും ഉണ്ടാവാറില്ല. 90% ഫ്ലവറിനും ബ്രാക്റ്റ് ഉണ്ടാവും. പക്ഷേ ബ്രാക്റ്റിയോൾ കണ്ടാൽ മാത്രം നമ്മൾ വരച്ചാൽ മതി. ബ്രാക്റ്റ് ഏകദേശം 98% ഫ്ലവറിലും ബ്രാക്റ്റ് ഉണ്ടാവും എന്ന് തന്നെ പറയാം. അപ്പം നിങ്ങൾക്ക് സെപ്പൽ വരയ്ക്കാനും ഓഡ് പെറ്റൽ വരയ്ക്കാനും മനസ്സിലായിട്ടുണ്ടാവും. ഇനി മറ്റ് പെറ്റൽസ് എങ്ങനെ വരയ്ക്കും നോക്കാം. വിങ് പെറ്റലും കീൽ പെറ്റലും. വിങ് പെറ്റൽ ഇൻ ആൻഡ് ഔട്ടാണ്. ഒരു എൻഡ് സ്റ്റാൻഡേർഡ് പെറ്റലിൻ്റെ ഉള്ളിലും മറ്റേ എൻഡ് ഔട്ട് സൈഡുമാണ്. വിങ് പെറ്റൽ ഈസ് ഇൻ ആൻഡ് ഔട്ട്, ആൻഡ് ദീസ് 2 ആർ ദി കീൽ പെറ്റൽസ്, ആൻഡ് ദർ ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ 2 keel petals, and this type of connection between similar words is called cohesion. And this keel petal is completely covered by the wing petal. And this type of estivation is called descendingly imbricate estivation. മുകളിൽ നിന്നും താഴേക്കാണ് ഓവർലാപ്പിംഗ് വരുന്നത്. മുകളിലത്തെ പെറ്റൽ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡും താഴേക്ക് വരുമ്പോഴേക്കും ആ ഓവർലാപ്പിംഗ് താഴേക്കാണ് കാണിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് descendingly imbricate estivation. Now, for drawing the androecium or the stamens, we have to take a cross section of the flower at a lowermost region, and we can see the staminal tube. ട്യൂബ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷീത്താണത്. ഇതിൽ ലേബൽ ചെയ്തിട്ടുണ്ട് സ്റ്റാമിനൽ ട്യൂബ്, കണ്ടില്ലേ? ഈ സ്റ്റാമിനൽ ട്യൂബ് ഈസ് ഫോംഡ് ബൈ ദി ഫ്യൂഷൻ ഓഫ് 9 stamens. And we already studied that in Clitoria the stamens are arranged in 9+1 condition. 9 stamens fused ആണ്. അതേത് പൊസിഷനിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ലോവർ മോസ്റ്റ് പോർഷനിലാണ്, അതായത് ആൻറ്റീരിയർ പോർഷനിൽ യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഷീത്തിലാണ് ഈ
9 സ്റ്റേമൻസും, അതായത് ഈ ഷീത്ത് ഫോം ചെയ്തിരിക്കുന്നത് 9 സ്റ്റേമൻസിൻ്റെയും ഫിലമെൻറ്റ്സ് ചേർന്നിട്ടാണ്. അപ്പോൾ 10ാമത്തെ സ്റ്റേമൻ, അതായത് ഓഡ് സ്റ്റേമൻ, ഒറ്റ സ്റ്റേമൻ, ആ ബണ്ടിലില്ലാത്ത സ്റ്റേമൻ എവിടെ വരുന്നത് നോക്കൂ, പോസ്റ്റീരിയർ സൈഡിലാണ്. ഇതിൽ തന്നെ നമുക്ക് ഗൈനീഷ്യം കാണാൻ പറ്റും. ദ ഗൈനീഷ്യം ഈസ് കംപ്ലീറ്റ്ലി കവേർഡ് ബൈ ദി സ്റ്റാമിനൽ ഷീത്ത്. കണ്ടോ, സ്റ്റാമിനൽ ഷീത്തിൻ്റെ ഉള്ളിലാണ് ഗൈനീഷ്യം ഇരിക്കുന്നത്. അതിനകത്ത് ഓവ്യൂള് പോലും കാണാം. ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഫ്ലോറൽ ഡയഗ്രത്തിനകത്ത് വരയ്ക്കാം. ഒരു യു ഷേപ്ഡ് ആയിട്ടുള്ള സ്റ്റാമിനൽ ഷീത്ത്, ആ ഷീത്തിൽ 9 സ്റ്റേമൻസ്, അതായത് 9 in 1 ബണ്ടിൽ, ആ ഫ്യൂഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ യു ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ട്യൂബ് ഇട്ടത്. ഇനി ആ ഓഡ് സ്റ്റേമൻ്റെ പൊസിഷൻ നോക്കും. ഓഡ് സ്റ്റേമൻ എങ്ങനെ വരയ്ക്കേണ്ടെന്ന്, അപ്പർ മോസ്റ്റ് റീജിയനിലാണ്. ആ ഷീത്തിൻ്റെ ഉള്ളിൽ ഗൈനീഷ്യം, ഓവ്യൂൾ അറേഞ്ച്ഡ് ഇൻ മാർജിനൽ പ്ലാസൻറ്റേഷൻ. ഇതാണ് കംപ്ലീറ്റ് ഫ്ലോറൽ ഡയഗ്രാം. 2 സൈഡിൽ 2 ബ്രാക്റ്റിയോൾസ്, ഏറ്റവും താഴെ ബ്രാക്റ്റ്, ഓഡ് സെപ്പൽ ലോവർ മോസ്റ്റ്, അതായത് ആൻറ്റീരിയർ റീജിയൻ, ഓഡ് പെറ്റൽ പോസ്റ്റീരിയർ റീജിയൻ. ഇതിൻ്റെ ഫ്ലോറൽ ഡയഗ്രാം നോക്കാം. സൈഗോമോർഫിക് ആണ്. ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ കൂടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് 2 ഈക്വൽ ഹാഫ് കിട്ടുന്നത്. ബൈസെക്ഷൽ ഫ്ലവർ ആണ്. ആൻഡ്രേഷ്യം ഗൈനീഷ്യം ഉണ്ട്. K5 means calyx consists of 5 sepals and all the 5 sepals are fused to form a calyx tube. C5 5 പെറ്റലാണുള്ളത്. 1 സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 വിങ് പെറ്റൽ and 2 keel petals. ഫ്യൂഷൻ ഇല്ല. Andrecium consists of 10 stamens, 9 in 1 bundle and a single stamen, 9 plus 1. Gynoecium consists of a single carpel and the position of ovary is half inferior and half superior. അതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് നമ്മൾ വര എവിടെയാണ് കൊടുക്കുന്നത്, ജീൻ്റെ നടുവിലായിട്ടാണ് ആ വര വരേണ്ടത്. സുപ്പീരിയർ ഓവറി ആണെങ്കിൽ ജിയുടെ താഴെ അണ്ടർലൈൻ പോലെ കൊടുക്കണം വര. ഇൻഫീരിയർ ഓവറി ആണെങ്കിൽ ജിയുടെ മുകളിലാണ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി എല്ലാവരും പ്രാക്ടിക്കൽ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്തോളൂ.